ഏവർക്കും സോഷ്യൽ സയൻസ് പാഠശാലയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ റിവിഷൻ ക്ലാസ്സാണിത്. ഉറപ്പായും പരീക്ഷയ്ക്ക് ചോദിക്കുവാൻ സാധ്യതയുള്ള MCQ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ SCERT NCERT പാഠപുസ്തകങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളതാണ്. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകും. ദയവായി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരിക്കൽ കൂടി ഏവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ ഗവൺമെൻറ്റിൻ്റെ അധികാരം കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇവ മൂന്നിലുമായി വിഭജിച്ച് നൽകിയിരിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏറ്റവും താഴെയുള്ളതാണ് ഗ്രാമപഞ്ചായത്തുകൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റീസ്. ഗ്രാമപ്രദേശങ്ങളിൽ ഗ്രാമപഞ്ചായത്തുകളും നഗരങ്ങളിൽ മുനിസിപ്പാലിറ്റികളും ഉണ്ട്. ഈ പഞ്ചായത്തുകളെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളെ പല വാർഡുകളായി തിരിച്ചിട്ടുണ്ട്. ഇത്രയും വസ്തുതകൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ ആദ്യ ചോദ്യത്തിലോട്ട് കടക്കാൻ. ചോദ്യം ഇതാണ്: ഗ്രാമസഭയുടെ ലക്ഷ്യം എന്താണ്? വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദിയാണ് ഗ്രാമസഭ. നഗരങ്ങളിൽ ഇതിനെ വാർഡ് സഭ എന്ന് പറയുന്നു. വാർഡിലെ എല്ലാ വോട്ടർമാർക്കും ഗ്രാമസഭയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ബി. ഒരു ഗവൺമെൻറ്റിന് 3 ഘടകങ്ങളുണ്ട്. ഒന്നാമത്തേത് നിയമനിർമ്മാണ വിഭാഗമാണ്, അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ എന്ന് പറയും. ലെജിസ്ലേച്ചറാണ് നിയമങ്ങൾ നിർമ്മിക്കുന്നത്. രണ്ടാമത്തേത് കാര്യനിർവഹണ വിഭാഗം അല്ലെങ്കിൽ എക്സിക്യൂട്ടീവാണ്. നിയമങ്ങൾ നടപ്പിലാക്കുന്നത് ഇവരാണ്. മൂന്നാമത്തേതാണ് നീതിന്യായ വിഭാഗം. നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്നതും നിയമം ലംഘിക്കുന്നവരെ ശിക്ഷിക്കുന്നതും ഈ നീതിന്യായ വിഭാഗമാണ്. ഇവിടെ ചോദ്യം നിങ്ങളുടെ സ്ഥലത്തെ MP ഇതിലേത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളതാണ്. MP നമ്മൾ എങ്ങോട്ടാണ് തിരഞ്ഞെടുത്ത് അയക്കുന്നത്? പാർലമെൻറ്റിലോട്ടാണ്. പാർലമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യയുടെ നിയമം നിർമ്മിക്കാനുള്ള വേദിയാണ്, ലെജിസ്ലേച്ചറാണ്. അപ്പോൾ MP സ്വാഭാവികമായും ഏതിൻ്റെ ഭാഗമാണ്? ലെജിസ്ലേച്ചറിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ നിയമനിർമ്മാണ വിഭാഗത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഏതാ കറക്റ്റ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ്, നിയമനിർമ്മാണ വിഭാഗം. ഇന്ത്യയുടെ പാർലമെൻറ്റ് അഥവാ ലെജിസ്ലേച്ചർ ഒരു ബൈ ക്യാമറൽ ലെജിസ്ലേച്ചറാണ്. എന്താ ഈ ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ ദ്വിമണ്ഡല സഭ എന്ന് പറഞ്ഞാൽ? അതിന് 2 ചേംബേഴ്സ് ഉണ്ടാവും. ഇന്ത്യൻ പാർലമെൻറ്റിനും 2 ചേംബേഴ്സ് ഉണ്ട്, രാജ്യസഭയും ലോകസഭയും. ഇവിടെ ചോദ്യം രാജ്യസഭയെക്കുറിച്ചാണ്. രാജ്യസഭയുടെ തെറ്റായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഉപരിസഭ എന്നറിയപ്പെടുന്നു. അത് കറക്റ്റാണ്. രാജ്യസഭയെ ഉപരിസഭ എന്ന് വിളിക്കും. ലോക്സഭയാണ് അധോസഭ. ഉപരിസഭയുടെ ഇംഗ്ലീഷ് അപ്പർ ഹൗസ് എന്നും അധോസഭയുടെ ഇംഗ്ലീഷിൽ ലോവർ ഹൗസ് എന്നുമാണ്. ഓപ്ഷൻ ബി രാജ്യസഭ സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. അതും ശരിയാണ്. ഈ രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഇന്ത്യൻ വൈസ് പ്രസിഡൻ്റ് ആണ്. ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ഈസ് ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡിയും കറക്റ്റാണ്. ഇനി ഓപ്ഷൻ സിയിൽ എന്താ പ്രശ്നം? 6 വർഷമാണ് രാജ്യസഭയുടെ കാലാവധി എന്ന് പറയാൻ കഴിയില്ല. ഒരു രാജ്യസഭ അംഗത്തിൻ്റെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭയിൽ ഒരാൾ മെമ്പറായാൽ അയാൾക്ക് 6 വർഷം തുടരാം. രാജ്യസഭ എന്ന് പറയുന്നത് പക്ഷേ ഒരു സ്ഥിരം സമിതിയാണ്, പെർമനൻ്റ് ആണ്. അതൊരിക്കലും ഡിസോൾവ് ചെയ്യപ്പെടുന്നില്ല. ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ രാഷ്ട്രപതിയാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ഇവിടെ ഇന്ത്യയുടെ ആദ്യത്തെ 4 രാഷ്ട്രപതിമാരെ തന്നിരിക്കുന്നു. അവരെ കറക്റ്റ് ഓർഡറിലാക്കുവാനാണ് ചോദ്യം. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. അദ്ദേഹത്തിന് ശേഷം ഡോക്ടർ S രാധാകൃഷ്ണൻ രാഷ്ട്രപതിയായി. അടുത്തത് സക്കീർ ഹുസൈൻ ആയിരുന്നു രാഷ്ട്രപതി. 4ാമത്തെ രാഷ്ട്രപതി VV ഗിരിയാണ്. ഈ 4 ഓപ്ഷനുകളിൽ ഏതിലാണ് ഇത് ഈ പറഞ്ഞ കറക്റ്റ് ഓർഡറിൽ വരുന്നത്? ഒന്ന് നോക്കിയേ. ഓപ്ഷൻ ബിയിലല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ. ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ പ്രസിഡൻ്റാണ്, രാഷ്ട്രപതിയാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ ചോദ്യം, ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ തലവനാണ് ഇന്ത്യൻ രാഷ്ട്രപതി. ഇദ്ദേഹം
ഏത് തരത്തിലുള്ള ഹെഡാണ്, ഏത് തരത്തിലുള്ള രാഷ്ട്രത്തലവനാണ് എന്നുള്ളതാണ് ചോദ്യം. ചില രാഷ്ട്രത്തലവന്മാർക്ക് ശരിയായിട്ടുള്ള അധികാരങ്ങളുണ്ട്. അവരെയാണ് റിയൽ ഹെഡ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ചില രാഷ്ട്രത്തലവന്മാർ സാങ്കേതികമായി മാത്രം രാഷ്ട്രത്തലവന്മാരായിരിക്കും. അധികാരമുള്ളത് പ്രധാനമന്ത്രിയിലും അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിലുമാണ്. ഇത്തരം രാഷ്ട്രത്തലവന്മാരെ നോമിനൽ ഹെഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ രാഷ്ട്രപതി എന്ന് പറയുന്നത് ഇന്ത്യയുടെ നോമിനൽ ഹെഡാണ്. കാരണം യഥാർത്ഥ അധികാരം ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാണ് ഉള്ളത്. ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഒരു ഇലക്ടറൽ കോളേജാണ്. അതുമായി ബന്ധപ്പെട്ടതാണ് ആറാമത്തെ ഈ ചോദ്യം. രാജ്യസഭയിലെയും ലോക്സഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഈ ഇലക്ടറൽ കോളേജിലുണ്ടാവും. ഇവരെ കൂടാതെ സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഈ ഇലക്ടറൽ കോളേജിലുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതായിരിക്കും ഉത്തരം? അതെ, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. ഓപ്ഷൻ ഡി ആണ്. ഡി 1, 2, 3. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആര് എന്നുള്ളതാണ്. അതും ഒരു ഇലക്ടറൽ കോളേജ് തന്നെയാണ്. ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആയിരിക്കും. ഇലക്ടറൽ കോളേജാണ്. പക്ഷേ ഈ ഇലക്ടറൽ കോളേജിൽ ആരൊക്കെയാണ് മെമ്പേഴ്സ്? രാജ്യസഭയിലെയും ലോക്സഭയിലെയും മുഴുവൻ അംഗങ്ങളും മെമ്പേഴ്സാണ്. കൃത്യമായി മനസ്സിലാക്കുക. രാജ്യസഭയിലെയും ലോക്സഭയിലെയും അംഗങ്ങളടങ്ങിയ ഇലക്ടറൽ കോളേജ്. അടുത്ത ചോദ്യം, തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, പാർലമെൻറ്റിൻ്റെ സമ്മേളനങ്ങൾക്കിടയിൽ 6 മാസത്തിൽ കൂടുതൽ ഇടവേള പാടില്ല. അത് ശരിയായ പ്രസ്താവനയാണ്, അത് ശരിയാണ്. ഓപ്ഷൻ ബി, ഇന്ത്യൻ പാർലമെൻറ്റിന് 3 സമ്മേളനങ്ങളുണ്ട്. അതും ശരിയാണ്. ഏതൊക്കെയാണ് ഈ 3 സമ്മേളനങ്ങൾ? ശൈത്യകാല സമ്മേളനം, വർഷകാല സമ്മേളനം, പിന്നെ ബഡ്ജറ്റ് സമ്മേളനം. ഈ പാർലമെൻറ്റിൻ്റെ 2 സഭകളും രാജ്യസഭയും ലോക്സഭയും ഒരുമിച്ച് ചേരാറുണ്ട്. ഇതിനെയാണ് സംയുക്ത സമ്മേളനം എന്ന് പറയുന്നത്. ഈ സംയുക്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരാണ്? അധ്യക്ഷൻ ലോക്സഭയുടെ സ്പീക്കറായിരിക്കും. അപ്പോൾ ഈ സിയിലും ഡിയിലും വച്ചിട്ട് ഏതായിരിക്കും തെറ്റ്? സി തെറ്റാണ്. സിയിൽ പറയുന്നത് ഈ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷൻ വഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണെന്നുള്ളതാണ്. അത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. ഉപരാഷ്ട്രപതിയല്ല, സ്പീക്കറാണ്. അടുത്ത ചോദ്യം, പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം, പണത്തിൻ്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ല് ഏത് എന്നുള്ളതാണ്. ഉത്തരം ഓപ്ഷൻ എ, ധനബില്ല്. ഇനി എന്തോന്നാണ് ഈ ബില്ല്? അതാണ് അടുത്ത ചോദ്യം. ബില്ല് എന്നത് അത് ഒരു നിയമത്തിൻ്റെ കരട് രൂപമാണ്. ഓപ്ഷൻ സി, നിയമത്തിൻ്റെ കരട് രൂപം. പാർലമെൻറ്റിന് 3 ചുമതലകളാണ് പ്രധാനമായും ഉള്ളത്. ഒന്നാമത്തേത് കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കലാണ്. അതായത് എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കും. രണ്ടാമതായി പാർലമെൻറ്റിന് ചില തിരഞ്ഞെടുപ്പ് ചുമതലകളുണ്ട്. രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയൊക്കെ തിരഞ്ഞെടുക്കുന്നതിൽ പാർലമെൻറ്റാണ് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. ഇനി മൂന്നാമതായി ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചില ചുമതലകളുണ്ട്. ഭരണഘടന കാലാനുസൃതമായി പരിഷ്കരിക്കുക എന്നുള്ളത് പാർലമെൻറ്റിൻ്റെ ജോലിയാണ്. ഇവിടെ ചോദ്യം പാർലമെൻറ്റിൻ്റെ ചുമതലയിൽ പെടുന്നത് ഏത് എന്നുള്ളതാണ്. ഉത്തരം ഓപ്ഷൻ ഡി, ഇവയെല്ലാം. ഇവിടെ ചോദ്യം, ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു ഡാഷ് ആണ്. എ, ഏകമണ്ഡല സഭ, ബി, ദ്വിമണ്ഡല സഭ, സി, ത്രിമണ്ഡല സഭ, ഡി, ഇതൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ ബി, ദ്വിമണ്ഡല സഭ. 2 ചേംബേഴ്സ് ഉണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിന്. അടുത്ത ചോദ്യം, സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, ഗവർണറാണ്. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി. ഇവിടെ ചോദ്യം, സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകളിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ, മൗലിക അവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ. ഇത്തരം കേസുകൾ സുപ്രീം കോടതി പരിഗണിക്കും. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ ഒരു പൗരന് നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാവുന്നതാണ്. ഓപ്ഷൻ ബി, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള തർക്കങ്ങൾ. അതും ശരിയാണ്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും തമ്മിലോ 2 സംസ്ഥാന സർക്കാരുകൾ തമ്മിലോ തർക്കങ്ങളുണ്ടായാൽ അത് പരിഗണിക്കുന്നത് സുപ്രീം കോടതിയാണ്. സി, ഭരണഘടനാ വകുപ്പുകളുടെ വ്യാഖ്യാനം ആവശ്യമായ കേസുകൾ. അത്തരം കേസുകളും സുപ്രീം കോടതി പരിഗണിക്കും. എന്നാൽ ഡി പരിഗണിക്കുകയില്ല. പൗരന്മാർ തമ്മിലുള്ള സിവിൽ തർക്കങ്ങൾ. 2 പൗരന്മാർ തമ്മിൽ എന്തെങ്കിലും വസ്തുതർക്കം പോലുള്ള തർക്കങ്ങളുണ്ടായാൽ അത് നേരിട്ട് സുപ്രീം കോടതിയിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അടുത്ത ചോദ്യം, സുപ്രീം കോടതിയിലെ ആകെ ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ്?
സുപ്രീം കോടതിയിലെ പരമാവധി ജഡ്ജിമാരുടെ എണ്ണം ഓപ്ഷൻ ബി 34. ഏവർക്കും ഈ വീഡിയോ ഉപയോഗപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. ഈ വീഡിയോയുടെ അടുത്ത ഭാഗങ്ങൾ തുടർന്നുണ്ടാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.